എം.കെ. രാഘവൻ എം പി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം.കെ. രാഘവൻ, നമുക്ക് 8 ദിവസമായിരിക്കുകയാണ് അർജുനെ നഷ്ടമായിട്ട്, അർജുനെ കാണാതായിട്ട്. അർജുനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമാകുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇതേ ദിവസം ഈ ഒരു അപകടം സംഭവിക്കുന്നത്. വളരെ ഊർജിതമായ പരിശ്രമം ഏത് ഘട്ടത്തിൽ മുതലാണ് നമുക്ക് തുടങ്ങിയതെന്ന് അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ തെരച്ചിലടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ഇന്നലെ മുതൽ മിലിറ്ററി റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയിരുന്നു. അതുകൂടാതെ പുഴയിൽ നേവി അതിൻ്റെതായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. പുഴയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. താങ്കൾ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണോ? അല്ല, ഞാൻ ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. പാർലമെന്റിലെ ബജറ്റ് സെഷൻ ആയതുകൊണ്ട് ഇന്ന് കുറച്ചുകൊണ്ട് എത്തി ഇവിടെ. നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളുടെയൊക്കെ ഇടപെടൽ ഈ വിഷയത്തിൽ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, അതിനുശേഷമാണ് ഈ പ്രവർത്തനമൊക്കെ സുഗമമായി നടന്നത് എന്നുള്ളത്. പക്ഷേ ഇതിനിടെ പല ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. മലയാളികളെ രക്ഷാസംഘത്തെ ഒന്നും അങ്ങോട്ട് കയറ്റുന്നില്ല, അനുവദിക്കുന്നില്ല തുടങ്ങിയ വാർത്തകളൊക്കെ കൂടി വരുന്നുണ്ട്. ആ വിഷയങ്ങളെല്ലാം തീർന്നു. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു. അത് 25 പേർ, മലയാളികളായിട്ടുള്ള 25 പേരെ, സന്നദ്ധ പ്രവർത്തകരെ അവിടെ ഈ പ്രവർത്തകരുമായി ബന്ധപ്പെടാൻ വേണ്ടി അവർക്ക് ആവശ്യമായ അനുമതി നൽകിക്കഴിഞ്ഞു. അവിടെ ലോക്കൽ MLA-യുമായിരുന്നു സംസാരിച്ച്, ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതിന് ശേഷമാണ് ഞാൻ രാത്രി 1 മണിക്ക് മുമ്പോട്ട് ഡൽഹിക്ക് മടങ്ങിയത്. ഈ ഘട്ടത്തിലെ ഈ രക്ഷാപ്രവർത്തനത്തെ അത് ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? രക്ഷാപ്രവർത്തനം മനുഷ്യസാധ്യമായ രീതിയിലെല്ലാം തന്നെ ഉദ്യോഗസ്ഥരും, നേവിയും, മിലിറ്ററിയും, NDRF-ഉം അതുപോലെ മറ്റെല്ലാ ഫോഴ്സുകളും ഒരുമിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി വരുന്നത്. അർജുനെ കണ്ടെത്തുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ രക്ഷാദൗത്യം ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് കൂടുതൽ പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയായിരിക്കും കൂടുതൽ സാധ്യത എന്നെനിക്ക് തോന്നുകയാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ എം.കെ. രാഘവൻ MP ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും.